സംസ്ഥാന വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മിനി ഹാളിൽ നടന്ന ശില്പശാല കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നേരെ വരുമ്പോൾ നമ്മളൊരു സൈഡിലോട്ട് മാറി നിൽക്കുവാനുള്ള അവൻ അങ്ങോട്ട് അവന്റെ പാട്ടിനങ്ങ് പോകും. പന്നിയുടെ കാര്യത്തിലും അത് തന്നെയാണ്. പന്നിയെ ഞാൻ ഈ കാടിനെ കുറിച്ച് പഠിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പേ കോളേജ് എന്തോ പണ്ട് കേട്ട് ഒരു വെടി കൊണ്ട പന്നി ഓടി വരുമ്പോ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറിയെന്നോ പന്നി അതേ വഴി അങ്ങ് പോയി. 7ാം ക്ലാസ് പഠിക്കുമ്പോൾ 8ാം ക്ലാസ് പഠിക്കുമ്പോഴോ. ഇത് നാട്ടിലാണ്. കാട്ടിന്റെ ഉള്ളില് ഈ പലപ്പോഴും ഞാൻ എന്തോ ഒരു കാട്ടിലൂടെ പലപ്പോഴും ഒറ്റക്ക് പോയിട്ടുണ്ട്. പോകാൻ പാടില്ല എന്ന പക്ഷെ കാരണം നമുക്കറിയുന്ന ഒരു അഹങ്കാരം കൊണ്ടാകും മറ്റായിരിക്കും പലപ്പോഴും. പക്ഷെ ഒറ്റക്ക് പോകുമ്പോഴാണ് നമ്മൾ പലതിനും കാണുന്നത്, മറ്റ് ശബ്ദമില്ലാതെ പോകാൻ പറ്റുന്നത്. പക്ഷെ ഒരിക്കലും കാട്ടിൽ ഒറ്റക്ക് പോകാൻ പാടില്ല ആരെങ്കിലും. പക്ഷെ ശബ്ദിക്കരുത്, പെർഫ്യൂം ഉപയോഗിക്കരുത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഒരു കാട്ടിലെ ഒരു മൃഗങ്ങളും നമ്മളെ ആക്രമിക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് പത്രപ്രവർത്തകർക്ക് വേണ്ടി നമ്മൾ കാട്ടിൽ ക്യാമ്പ് വെക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷെ അത് വെക്കാത്തതിന് കാരണം കാട്ടിൽ ഭയങ്കര ചൂടാണ്. ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് അമ്പലപ്പാറ എന്ന് പറയുന്നത്. കണ്ണൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV ജയപ്രകാശ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ജോസ് മാത്യു വനം വകുപ്പും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിൽ സംസാരിച്ചു. Celebrating 40 years of Century Fashion City.